Hi everyone. Today we are going to discuss about productivity, improvement of productivity, benefits, causes of low productivity. First, what is mean by productivity? According to Peter of Drucker, productivity means the balance between all factors of production that will give the greatest output for the smallest effort. അതായത് പീറ്റർ എഫ് ട്രക്കർ പറയുന്നത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ബാലൻസ് ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതൊക്കെയാണ് വരിക? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെയൊക്കെ ഇതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. സോ ഇവയെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓരോ സ്മോളസ്റ്റ് എഫേർട്ട് ഉപയോഗിച്ച് ഗ്രേറ്റസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക? ഫസ്റ്റ് മെത്തേഡാണ് പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് ടു വർക്കേഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ രണ്ട് തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് വർക്കേഴ്സിന് കൊടുക്കാൻ സാധിക്കും. ഒന്ന് മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, പിന്നെ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. മോണിറ്ററി ഇൻസെൻറ്റീവ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? വേജ് റേറ്റ്, ബോണസ്, അലവൻസ്, അങ്ങനെയൊക്കെ മോണിറ്ററി ഇൻസെൻറ്റീവ്സിൽ വരും. നോൺ മോണിറ്ററിയിൽ ഏതൊക്കെയാണ് വരിക? ജോബ് സെക്യൂരിറ്റി, അപ്രീസിയേഷൻ ഓഫ് ദെയർ വർക്ക്, ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. രണ്ടാമത്തെയാണ് പ്രൊവിഷൻ ഓഫ് അഡിക്വേറ്റ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്. നമുക്കറിയാം എംപ്ലോയീസിന് ഹെൽത്ത് മെയിൻ്റെനൻസ്, സേഫ്റ്റി, വെൽഫെയർ മെഷേഴ്സ് ഇതൊക്കെ കൊടുത്താൽ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ അവിടെ വർക്കേഴ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെയാണ് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയസ് മെത്തേഡ്, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പിന്നെ വേസ്റ്റേജും ഇന്നെഫിഷ്യൻസിയും ഒക്കെ നമുക്ക് അതുവഴി റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ. അതിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഡെയിലി ടാസ്ക് ഇൻ ഓർഡർ ടു റിഡ്യൂസ് സ്ട്രെയിൻ. അതായത് ഓരോ ദിവസവും ഏതൊക്കെ ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ആ ഓർഡർ വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് സ്ട്രെയിൻ ഒഴിവായി കിട്ടും. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് എവറി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ടു മാക്സിമൈസ് ഔട്ട്പുട്ട്. അതായത് ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുക, അതായത് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇതുവഴി തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എഫക്റ്റീവ് മാനറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെയാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. നമുക്കറിയാം ഒരു എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താ, അവർക്ക് റൈറ്റ് ആയിട്ടുള്ള സെലക്ഷൻ, റൈറ്റ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ആയിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഇതുവഴിയൊക്കെ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ. നമ്മൾ കുറേ പ്രൊഡക്ഷൻ കൺട്രോൾ ടെക്നിക്സ്, ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അതായത് നമ്മൾ കറൻറ്റ് മാർക്കറ്റിംഗ് സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ റിസർച്ച് നടത്തുക. ഏതൊക്കെ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുക? നമ്മൾ കറൻറ്റ് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നാണ് പറയുന്നത്. പിന്നെ പ്രോപ്പർ പ്ലാന്റ് ലേഔട്ടാണ്. അതായത് പ്രോപ്പർ പ്ലാന്റ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലാന്റ് ലേഔട്ട് നടത്തുക. അതായത് ഇപ്പോൾ വർക്കിംഗ് ബാഡ് ആയിട്ടുള്ള ഓരോ പ്ലാന്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ വേസ്റ്റേജസ് ഉണ്ടാവും. അതിന് മെയിൻ്റെനൻസിന് കുറേ ടൈം അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാന്റ് ലേഔട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സ് ഇതൊക്കെ സ്മൂത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് എഫക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്. അതായത്
മെറ്റീരിയൽ ഹാൻഡ്ലിങ്, വൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുക, പിന്നെ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്, ഇതൊക്കെ എഫക്റ്റീവായിട്ട് നടത്തിയാൽ തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഹയർ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി പറയുന്നത്, ഹയർ പ്രൊഡക്ടിവിറ്റി മീൻസ് മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് റിസോഴ്സസ് in employment, using them to produce as many goods and services as possible of the kind and quality most wanted by the customers at lower cost. It is in essence a multi-pronged mass attack on waste on the one hand and optimum use of all instruments and tools of production on the other. അതായത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അതുവഴി തന്നെ നമുക്ക് വേസ്റ്റേജസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇറ്റ് ഈസ് ആൻ എസെൻസ് എ മൾട്ടി പ്രൊലോങ്ഡ് മാസ് അറ്റാക്ക് ഓൺ വേസ്റ്റേജ് നമുക്ക് നല്ലോണം കുറയ്ക്കാൻ സാധിക്കും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലൂടെ. അടുത്തത് ബെനഫിറ്റ്സ് ആണ്. അതായത് ഹൈ പ്രൊഡക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ബെനഫിറ്റ്സ് ആണ് ഹയർ പ്രൊഡക്ടിവിറ്റി റിഡ്യൂസസ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസസ് പ്രോഫിറ്റ്. അതായത് പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഗ്രാജുവലി എന്തുണ്ടാവും, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും, പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, നമുക്ക് മോർ ബോണസും ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹയർ പ്രൊഡക്ടിവിറ്റി ഒരു ബെനിഫിറ്റാണ്. പിന്നെയെന്ന് പറയുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ മോർ ബോണസ് ആൻഡ് അമ്യൂണിറ്റീസ് ടു വർക്കേഴ്സ്. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായാൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് കൂടും. അങ്ങനെ നമുക്ക് കുറേ ബോണസും അമ്യൂണിറ്റീസും ഒക്കെ വർക്കേഴ്സിന് കൊടുക്കാം, വർക്കിംഗ് കണ്ടീഷൻസ് നമുക്ക് കൂട്ടാം. അങ്ങനെ ഹയർ പ്രൊഡക്ടിവിറ്റി ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റാണ്. പിന്നെയെന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇറ്റ് ക്രിയേറ്റ് കോൺഫിഡൻസ് ആൻഡ് ഗുഡ് വിൽ ഇൻ ദ ഫേം. ഗുഡ് വില്ലും കോൺഫിഡൻസ്, ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലും കോൺഫിഡൻസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സേഷൻ കൂടും. അതുവഴി ഗവൺമെൻറ്റിന് റവന്യൂ കൂടും. ഇറ്റ് എൻഷ്യൂർസ് മോർ റവന്യൂ ടു ഗവൺമെൻറ് ബൈ വേ ഓഫ് ടാക്സേഷൻ. അടുത്തത് ഇറ്റ് ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. അവിടെ വർക്ക് ചെയ്യുന്ന മാത്രമല്ല എല്ലാവർക്കും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് എക്സ്പോർട്ട്. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായാൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് കൂട്ടാൻ സാധിക്കും. അടുത്തതാണ് കോസസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാം, ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാം. ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണം എന്തൊക്കെയായിരിക്കും നമുക്കറിയാം. ലാക്ക് ഓഫ് സ്കില്ലില്ലാത്ത എംപ്ലോയീസിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാജുവലി പ്രൊഡക്ഷൻ കുറയുക തന്നെ ചെയ്യുള്ളൂ. പിന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസ് തമ്മിലുള്ള ഒരു കോപ്പറേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയും. പിന്നെ ലാക്ക് ഓഫ് ടെക്നോളജി, അതായത് ടെക്നോളജിയിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഓരോ ചേഞ്ചസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാതിരുന്നാൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും. പിന്നെയാണ് ലാക്ക് ഓഫ് എംപ്ലോയി ട്രെയിനിങ്. അതായത് കറക്റ്റായിട്ട് എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ സാധിക്കും. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. എംപ്ലോയറും തമ്മിലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എംപ്ലോയിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവിടെ വർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുവഴി നമുക്ക് ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അതൊരു ജോബായിട്ട് കാണാതെ അവരതൊരു പാഷനായിട്ട് കാണുമ്പോൾ തന്നെ അവരറിയാതെ തന്നെ ആ ഓർഗനൈസേഷനിൽ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. ആ കമ്മിറ്റ്മെൻറ്റ് തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകും. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ എംപ്ലോയി ഈസ് നോട്ട് ഗുഡ് ടു വർക്ക് ദെൻ പ്രൊഡക്ടിവിറ്റി. എംപ്ലോയിയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അവിടെ എന്തായാലും പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. പിന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയറും തമ്മിലുള്ള കോപ്പറേഷൻ ഇല്ലാതിരുന്നാൽ തന്നെ പ്രൊഡക്ടിവിറ്റി കുറയും. പിന്നെ ലാക്ക് ഓഫ് ഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്താൽ തന്നെയാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുള്ളൂ. പിന്നെ പുവർ മാനേജ്മെൻ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ
ഘടകം എന്ന് പറയുന്നത് തന്നെ മാനേജ്മെൻ്റ് ആണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് നല്ല ഒരു രീതിയിലാണ് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മാത്രമേ അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ പുവർ മാനേജ്മെൻറ്റ് ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാവും. പിന്നെയെന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് സിസ്റ്റമാണ്. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതും ക്ലങ്കി മെത്തേഡ്സോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ്. വേറൊരു കമ്പനി അവർ ബൈ ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ. അവിടെ കമ്പാരിസൺ നടത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആർക്കായിരിക്കും? ആദ്യം പറഞ്ഞ കമ്പനിക്ക് തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ഒഴിവാക്കിയിട്ട് എന്താണോ കറൻറ്റ് ടെക്നോളജി, ആ ടെക്നോളജിയിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ നമുക്ക് യൂസ് ചെയ്യാം, അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം. പിന്നെ എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷനാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബായിട്ട് കാണാതെ അതൊരു പാഷനായിട്ട് കാണുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവും? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതായത് നല്ല സാറ്റിസ്ഫൈഡ് കണ്ടൻറ്റഡ് ഹാപ്പി ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന് അവർ ചെയ്യുന്ന വർക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടിയേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് ഹാപ്പി അല്ലാത്തൊരു എംപ്ലോയി എന്ന് പറയുമ്പോൾ അവർ പ്രയോറിറ്റൈസ് ചെയ്യും. ഞാൻ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യാം, അങ്ങനെയായിരിക്കും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ചെയ്യുന്നത്. പക്ഷേ നല്ല ഹാപ്പിയായി കണ്ടൻ്റ് ആയിട്ടുള്ള എംപ്ലോയി എന്തായിരിക്കും വിചാരിക്കുക? ഞാൻ നല്ല ഹാപ്പിയാണ്, ഞാൻ ഓർഗനൈസേഷനിൽ മാക്സിമം ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള രീതി ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള മൈൻഡുള്ള ആൾക്കാർ വന്നു. അപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന എംപ്ലോയീസിന് അവിടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഉള്ളത് എംപ്ലോയി പേഴ്സണൽ പ്രോബ്ലമാണ്. അതായത് പേഴ്സണൽ പ്രോബ്ലംസ് എല്ലാവർക്കും വരും. ആ പേഴ്സണൽ പ്രോബ്ലംസ് ലെസ് പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകുന്ന കോസസ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആണ്. എന്താണ് പ്രൊഡക്ടിവിറ്റി പഠിച്ചു. പിന്നെ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, അങ്ങനെ പ്രോപ്പർ പ്ലാൻഡ് ലേഔട്ട്, ഇതൊക്കെയാണ് വേരിയസ് മെത്തേഡ്സ് ഫോർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി. പിന്നെ എന്താ പഠിച്ചത്? ഹയർ പ്രൊഡക്ടിവിറ്റി ഡിഫൈൻ ചെയ്യുന്ന ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഡിഫൈൻ ചെയ്യുന്ന എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നു. പിന്നെ ബെനഫിറ്റ്സ്, ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ കോസസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. താങ്ക് യു.